മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി സൈന്യം ഒരൊറ്റ രാത്രി കൊണ്ട് തെക്കൻ ഗാസയിലേക്ക് വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയ കൈയടക്കിയിട്ടുള്ള വിമതരും ഭീകരരെയും നിയന്ത്രിക്കുന്ന അബു മുഹമ്മദ് അൽ ജോലാനിയോട് വളരെ കൃത്യമായിട്ടൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് തെക്കൻ ഗാസയിൽ ഇസ്രായേലി സൈന്യം നടത്തിയിട്ടുള്ള ആക്രമണത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം. തെക്കൻ ഗാസയിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേലി സൈന്യം തെക്കൻ ഗാസയിലെ സായുധരായിട്ടുള്ള 33 ഭീകരരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായിട്ട് വാർത്തകളിലൂടെ പുറത്തു വരുന്നത് ഈ 33 പേരും ഹമാസുമായി ബന്ധപ്പെട്ട ഹമാസ് അംഗങ്ങൾ തന്നെയാണ് എന്ന് പ്രധാനമായിട്ടും ഈ ഭീകരരുടെ ഈ 33 ഭീകരരുടെ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനുഷിക സമൂഹത്തിന്റെ ട്രക്കുകളൊക്കെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ആയിട്ട് വരുന്ന ഈ ട്രക്കുകളൊക്കെ തന്നെ കീഴടക്കുക, അതായത് പിടിച്ചെടുക്കുക, എന്നിട്ട് ഹമാസ് കേന്ദ്രങ്ങളിലേക്ക് ഒറ്റയടിക്ക് മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ പറയുന്ന ഹമാസ് ഭീകരര് തെക്കൻ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഗാസയിലെ തെക്കൻ ഗാസയിലെ അതായത് ഗാസയിലെ സകല സാധാരണക്കാർക്ക്, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടി അന്താരാഷ്ട്ര മാനുഷിക സമൂഹം വലിയ രീതിയിലുള്ള അതായത് ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യ സാധനങ്ങൾ വരുന്ന ട്രക്കുകളാണ് ഹമാസ് ഭീകരര്, അതായത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന അവശേഷിക്കുന്ന ഭീകരന്മാരും പിടിച്ചെടുക്കുന്നത് ഗാസയിലെ സാധാരണക്കാരുടെ ഭക്ഷ്യവസ്തുക്കളാണ്, അതുമായി വരുന്ന ട്രക്കുകളാണ് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാസയിലെ മനുഷ്യത്വത്തിന് യഥാർത്ഥത്തിൽ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ കൊടിയുയർത്തിയിരുന്ന ഓരോ ആളുകളും ഹമാസിനെതിരെ ഇപ്പോ കൊടിയുയർത്തണ്ടേ? ഗാസയിലെ സാധാരണക്കാരുടെ ഭക്ഷ്യസാധനങ്ങൾ പോലും അവശേഷിക്കുന്ന ഹമാസ് ഭീകരര് തട്ടിയെടുത്തോണ്ടിരിക്കുന്നു. വരുന്ന ട്രക്കുകളൊക്കെ തന്നെ ഹമാസ് തുരങ്കങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊക്കെ നിരന്തരം പറയാറുള്ളത്, ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണക്കാര് മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് കൊടിയുയർത്തുന്നത്. അവർ കൃത്യമായിട്ട് ഹമാസിനെയാണ് പിന്തുണക്കുന്നത്. ഹമാസ് ഇതുപോലെ സകല സാധാരണക്കാരായിട്ടുള്ള ഗാസൻ ജനതക്ക് കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും കട്ടുമുടിച്ച് പിടിച്ചെടുത്ത് അവരുടെ തുരങ്കങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ ഹമാസിനെതിരെ ഇവിടെ പ്രതിഷേധം നടത്താത്തത്? നമ്മുടെ കേരളത്തിലൊക്കെ ഹമാസിന് വേണ്ടി തന്നെയാണ് ഇത്തരക്കാർ പ്രകടനം വിളിക്കുന്നത്, മനുഷ്യത്വം വിളിച്ചു പറയുന്നത് എന്ന് സകല ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലേറ്റസ്റ്റ് ആയിട്ടും ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേല് 33 ഹമാസ് ഭീകരരെ തീർത്തിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ജനുവരി 20 മുമ്പായിട്ട് സകല ബന്ദികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണക്കുന്ന സകല ആളുകൾക്കും വരാൻ പോകുന്നത് നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്ന്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഹമാസ് വളരെ പെട്ടെന്ന് തന്നെ സകല ബന്ദികളുടെയും പേര് വിവരങ്ങളൊക്കെ തന്നെ കൈമാറിയിട്ടുണ്ട്. മധ്യസ്ഥ ചർച്ചകളിലുള്ള ഈ രാജ്യങ്ങളോട് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതേ ഹമാസ് തന്നെ മൊണ്ണകളെ പോലെ ഇതിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ വൈകിപ്പിച്ച് ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നത് നിരന്തരം വൈകിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെയും
ഇസ്രായേലി സൈന്യം വധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് സിറിയ പിടിച്ചെടുത്ത വിമതരെയും ഭീകരരെയും നിയന്ത്രിക്കുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ സംഘടനയായിട്ടുള്ള അയാത്ത് തഹ്രീർ അൽ ഷാമിന് കൃത്യമായിട്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ സന്ദേശം കൊടുത്തിരിക്കുന്നു. കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ നിങ്ങൾ വിവരമറിയും. മാത്രമല്ല ഇസ്രായേലിനെതിരെ മാത്രം തിരിഞ്ഞാലല്ല, അവർ കൃത്യമായിട്ട് പറയുന്നു, സിറിയയിലെ കുർദ് സമൂഹവുമായും ഡ്രോസ് സമൂഹവുമായും ഇസ്രായേലിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അവർക്ക് നേരെയും ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെ ആളുകൾ തിരിഞ്ഞാൽ പറയുന്ന വിമതരും ഭീകരരും, പ്രത്യേകിച്ച് അബൂ മുഹമ്മദ് അൽ ജോലാനി ഉൾപ്പെടെയുള്ള ആളുകൾ വിവരമറിയുമെന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേല് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സിറിയ പിടിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയെയൊന്നും വെറുതെ വിടാൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇസ്രായേലിന്റെ ഇത്തരം പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും സന്തോഷത്തോടുകൂടി കേൾക്കേണ്ടത്. സിറിയ പിടിച്ചെടുത്തിട്ടുള്ള അബൂ മുഹമ്മദ് അൽ ജോലാനിയുടെയും സംഘത്തിന്റെയും ആഗ്രഹം ജെറുസലേം പിടിക്കുക. ഗാസൻ ജനതയോട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വരും, ലോകം തന്നെ വെട്ടിപ്പിടിക്കുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സിറിയ പിടിച്ചെടുത്ത വിമതരും ഭീകരരും അതിലെ ഭീകരന്മാർ ഒത്തുകൂടുമ്പോൾ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ജെറുസലേം പിടിക്കുമെന്നുള്ളത്. ഇതൊക്കെയാണ് ഈ സിറിയ പിടിച്ചെടുത്തവരുടെയും ഈ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളതൊക്കെ ലോകം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ സിറിയ പിടിച്ചെടുത്തവരെ കൃത്യമായിട്ട് ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ സിറിയ പിടിച്ചെടുത്ത വിമതരോ ഭീകരരോ ഒരു ചെറുവിരലെങ്കിലും ഇസ്രായേലിന് നേരെ ഉയർത്തിയാൽ അന്നേരം ഇവരുടെ സകല ഭീകരവാദവും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. കേരളത്തിലെ സകല ഹമാസോളികളും കൃത്യമായിട്ട് തന്നെ കേൾക്കുന്നില്ലേ? നിങ്ങളെ യഹിയാസിൻമാർ, ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ദൈഫ്, ഇത്തരം സകല ഭീകരര് തീർന്നിട്ടും ഹമാസിനെ ഇസ്രായേൽ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അവശേഷിക്കുന്ന ഭീകരരെയും തീർത്തുകൊണ്ടിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നതാ, തെക്കൻ ഗാസയിലെ 33 ഭീകരരെ, ഹമാസ് ഭീകരരെയും ഇസ്രായേൽ തീർത്തിരിക്കുന്നു. ഇതൊക്കെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്.